വിജേഷേ, ഇത് നാട്ടുകാർക്ക് നന്നായിട്ട് അറിയുന്നൊരു കച്ചവടമാണ് എന്നുള്ളത് മാത്രമല്ല, അവിശ്വാസികളെയാണ് സാധാരണ ദേവസ്വത്തിൽ നിയമിക്കുന്നത്. ഇപ്പോൾ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്നവരൊക്കെയാണ് ക്ഷേത്രം ഭരിക്കുന്നത്, അല്ലെ, ഭരിച്ചത് നശിപ്പിക്കുന്നത്, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇവിടെ ദേവസ്വത്തിൻ്റെ ഭൂമി അത് അന്യാധീനപ്പെടുന്നുണ്ട്, മാത്രമല്ല ഇത് ലീസിന് കൊടുക്കുന്നുണ്ട്, അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പല പല നിക്ഷിപ്ത താല്പര്യങ്ങളും മാറി മാറി ദേവസ്വത്തിൽ വരുന്നവർക്ക് ഉണ്ടല്ലേ. അതിനനുസരിച്ചൊക്കെയല്ലേ കാര്യങ്ങൾ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കൂടി വേണ്ടേ നമുക്ക് ഇത്തരത്തിൽ ആചാരാനുഷ്ഠാനങ്ങൾ അതിൻ്റെ പ്രസക്തി മനസ്സിലാക്കാതെ ഇടപെടുന്നതിൻ്റെ കാരണമൊക്കെ അതുതന്നെയല്ലേ? സാധാരണ ക്ഷേത്രത്തിൽ പോകുന്ന ഗുരുവായൂരുകാരായാലും അന്യദേശങ്ങളിൽ നിന്ന് വരുന്ന ഭക്തരായാലും മനസ്സിലാക്കേണ്ട കുറേ സംഗതികളുണ്ട്. ഇനി അതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് മാസം മുമ്പ് ക്ഷേത്രത്തിൽ നിന്ന് പവർ ബാങ്ക് പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത വന്നു. ഒരു ദിവസമാണ് വാർത്തയ്ക്ക് ആയുസ് ഉണ്ടായിരുന്നത്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ പവർ ബാങ്ക് പിടിച്ചത് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൽ നിന്നാണ്. അപ്പത്തിൻ്റെ കൊട്ടയിൽ കിട്ടി എന്നാണ് വിവരം. ഈ വരുന്ന നാട്ടുകാരുടെ മുഴുവനും ദേഹപരിശോധന നടത്തി അവരുടെ മൊബൈൽ അടക്കമുള്ള എല്ലാ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളും ക്ലോക്ക് റൂമിൽ നിക്ഷേപിച്ച് അതിന് ഫീസും മേടിച്ച് ആണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഇടത്ത് ഈ പവർ ബാങ്ക് കയറി എന്ന് മാത്രമല്ല, ഈ പവർ ബാങ്ക് അബദ്ധത്തിൽ വന്നു എന്നാണ് പറയുന്നത്. സത്യത്തിൽ ഇത് നമ്മൾ ആമസോണിലൊക്കെ കാണാം, ഈ USB ചാർജർ കുത്തിയിട്ട് ഫാൻ പ്രവർത്തിപ്പിക്കുന്ന ചെറിയ ഫാനുകൾ. ഈ ഫാൻ ധാരാളമായിട്ട് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഉപയോഗപ്പെടുന്നു എന്നാണ് വിവരം. ഇത് ഇവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് അറിയാം. അപ്പോൾ ഒരു ഗിവ് ആൻഡ് ടേക്ക് പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്ഷേത്രം ഇത്ര സുരക്ഷാ മേഖലയിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഗുരുവായൂർ ക്ഷേത്രം കേന്ദ്ര സർക്കാരൊക്കെ അങ്ങനെ ജാഗ്രതയോടുകൂടി നോക്കുന്ന സുരക്ഷാ പ്രശ്നങ്ങളിൽ കോടിക്കണക്കിന് രൂപ ഇവിടെ ക്യാമറ വയ്ക്കാനും മറ്റ് സംവിധാനങ്ങൾക്കൊക്കെ കൊടുത്ത ഒരു സ്ഥലത്ത് ഇതുപോലുള്ള സുരക്ഷാ പ്രശ്നം നടക്കുമ്പോൾ ഇത് അറിഞ്ഞിട്ടും മിണ്ടാതിരിക്കുന്നത് അപകടമാണ്. ഒന്ന്. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ VD സതീശൻ, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം ഒരിക്കൽ നിയമസഭയിൽ പറയുണ്ടായിട്ടുണ്ട്, ക്ഷേത്രങ്ങളുടെ 1 രൂപ പോലും സർക്കാർ കൊണ്ടുപോകുന്നില്ല എന്ന് അദ്ദേഹം ഉച്ചസ്ഥരം നിയമസഭയിൽ വാദിച്ചു. അതിന് ഭരണ പ്രതിപക്ഷ ഭേദമന്യേ എല്ലാവരും കൈയടിച്ചു. പിന്നീട് CPMൻ്റെ കക്ഷികൾ ഇത് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഈ വിഷയം ചർച്ചയിലൊക്കെ ഉന്നയിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ക്ഷേത്ര സ്വത്തുക്കൾ കൊണ്ടുപോകുന്നത് പണത്തിൻ്റെ രൂപത്തിലല്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ധനം മോഷ്ടിച്ച് കൊണ്ടുപോകുന്നത്, അങ്ങനെ തന്നെ പറയണം, മോഷ്ടിച്ച് കൊണ്ടുപോകുന്നത് പൈസയുടെ രൂപത്തിലല്ല. അത് ഉണ്ടായത് 2 പ്രാവശ്യമാണ് പൈസയായിട്ട് കൊണ്ടുപോയത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രളയ സമയത്ത് ദുരിതാശ്വാസ നിധിയുടെ പേരിലെ 2 പ്രാവശ്യമായിട്ട് 5 കോടി രൂപ സർക്കാരിലേക്ക് ദേവസ്വം ബോർഡ് അങ്ങോട്ട് കൊടുത്തു. സർക്കാർ ആവശ്യപ്പെട്ടിട്ടില്ല. വിധേയത്വം എന്ന് പറഞ്ഞാൽ അതാണ്. രാഷ്ട്രീയ നിയമനപ്രകാരം വരുന്ന ഈ ബോർഡ് അംഗങ്ങൾ അവരുടെ വിധേയത്വം കാണിക്കാൻ ഈ ഭക്തർ തലക്കുഴിഞ്ഞിടുന്ന പൈസ എടുത്തിട്ട് അവരോട് ചോദിക്കാതെ, എന്ന് വെച്ചാൽ ദേവസ്വം ബോർഡിൻ്റെ പണി എന്താ? ദേവസ്വം ബോർഡ് ചെയർമാനായാലും മെമ്പർമാരായാലും പണി കാവൽക്കാരൻ്റെ പണിയാണ്. ദേവസ്വം ധനം സംരക്ഷിക്കലാണ് ഇവരുടെ കർത്തവ്യം. അതാണ് അവർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏൽക്കുന്നത്. അതിന് പകരം കാര്യസ്ഥൻ എന്ത് ചെയ്യുന്നു? കാര്യങ്ങൾ നോക്കുന്ന ആൾ ഇവിടുന്ന് മുതലാളിയുടെ പണം എടുത്തിട്ട് ചെലവഴിക്കുകയാണ്. അതിനെ കളവ് എന്ന് പറയാം. ഈ കളവ് ചെയ്തിട്ട് ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി ഭക്തർക്ക് അനുകൂലമായിട്ട് വന്നു. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ കേസിന് പോയി. അതിന് മുകളിൽ വിധി അനുകൂലമായിട്ട് വന്നു. ദേവസ്വത്തിലേക്ക് പൈസ സർക്കാർ തിരിച്ചടയ്ക്കണമെന്ന് പറഞ്ഞ് വിധി വന്ന സമയത്ത് ഈ പൈസ വേണ്ട എന്ന് പറഞ്ഞിട്ട് ദേവസ്വം സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തു. ഇതാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം. അപ്പോൾ സംരക്ഷകരെ ശരിക്കും പറയുകയാണെങ്കിൽ ഈ കളവിന് കൂട്ടുനിന്നും അതല്ല, അത് ന്യായീകരിക്കാൻ നിൽക്കുകയാണ്. അതിന് ഈ കേസ് വാദിക്കാൻ വീണ്ടും ദേവസ്വത്തിൽ നിന്ന് ഫണ്ട് ചിലവാക്കുന്നത് 16 ലക്ഷം രൂപ ചിലവാക്കിയിട്ടാണ് നിയമോപദേശം മേടിച്ചത് ആര്യാമസുന്ദരൻ എന്ന് പറഞ്ഞ അഡ്വക്കേറ്റിൻ്റെ. ഇനി ആ കേസ് നടത്തണമെങ്കിൽ ഇതിലും കൂടുതൽ ചിലവാണ്. അപ്പോൾ ഇത് ഇടപെടേണ്ട സമയത്ത് ഭക്തരെ ഇടപെട്ട് തുടങ്ങണം. മൂന്നാമത്തെ കാര്യം, ഈ പ്രദേശത്ത് നമ്മൾ നോക്കുക, 100 മീറ്ററിൻ്റെ അക്യൂസേഷൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വലിയ കോലാഹലം നടന്നുകൊണ്ടിരിക്കുകയാണ്. 100 മീറ്റർ അക്യൂസേഷൻ.
ഈ ദേവസ്വം ബോർഡുകൾ വർഷങ്ങളായിട്ട് മാറി മാറി മറിച്ച ഇടതുപക്ഷവും വലതുപക്ഷവുമായിട്ടുള്ള ബോർഡ് ഭരിക്കുന്ന സമയത്ത് ഈ ഗുരുവായൂരിൻ്റെ ഔട്ടർ സറൗണ്ടിങ്ങിൽ എന്ന് വെച്ചാൽ കിലോമീറ്ററുകൾ അപ്പുറം ഉള്ള സ്ഥലങ്ങൾ മുഴുവനും അധിക വില കൊടുത്തിട്ട് ഉണ്ടായിട്ടുണ്ട്. പൊന്നും വില എന്നാണ് പറയാ ഗവൺമെന്റ് വില കണ്ടിട്ടാണ് എടുക്കുക എന്ന് പറയാം. ഇപ്പം മായ ബസ് സ്റ്റാൻഡ് ഗുരുവായൂർ ക്ഷേത്രത്തിന് എത്ര ദൂരമുണ്ട്, അതിനപ്പുറത്തെ ഒരു ആയിരം പറമ്പത്ത് ആ വ്യക്തികളുടെ ഒരു കണ്ടം ഉണ്ടായിരുന്നു. ആ കണ്ടം ഇപ്പോൾ ദേവസ്വം കുറേ വർഷങ്ങൾക്ക് മുമ്പ് എടുത്തു. ഈ ആദ്യം എടുത്ത ഭൂമിക്ക്, വഴിയുള്ള ഭൂമിക്ക് വീണ്ടും വഴി മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു കണ്ടം എടുക്കുകയാണ്. വെള്ളം കെട്ടുള്ള ഒരു കണ്ടം എടുത്തിട്ട് പിന്നെ വേസ്റ്റ് അടിച്ച് തൂർക്കുകയാണ്. അങ്ങനെ വേസ്റ്റ് അടിച്ച് തൂർത്തപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതും 87 ലക്ഷം രൂപയ്ക്ക് എടുത്ത ഭൂമിക്ക് വീണ്ടും നഷ്ടപരിഹാരമായിട്ട് 12 കോടി രൂപ ഭൂമിക്ക് ദേവസ്വം കൊടുക്കേണ്ടി വന്നു കേസിൻ്റെ തോറ്റെടുപ്പം. ഇതുപോലെ ഈ ക്ഷേത്രത്തിന് കിലോമീറ്റർ അകലെയുള്ള ഓരോ ഭൂമി എടുത്ത സമയത്ത് ഇതുപോലെ കോടിക്കണക്കിന് രൂപ നഷ്ടപരിഹാരമായിട്ട് ദേവസ്വത്തിന് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം റെയിൽവേ അടിപ്പാത തിരുവനന്തപുരത്തെ ജനങ്ങൾ മുഴുവനും അടിപ്പാത വേണം എന്ന് പറഞ്ഞ സമയത്ത് മുനിസിപ്പാലിറ്റി ദേവസ്വത്തിനോട് ആവശ്യപ്പെടുകയാണ് ഉടമസ്ഥാവകാശം ദേവസ്വത്തിൽ നിലനിർത്തിയിട്ട് 6 സെന്റ് സ്ഥലം ഈ അടിപ്പാതയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ, അതും സൗജന്യമായിട്ട്. കോടിക്കണക്കിന് രൂപ 6 പ്രാവശ്യമായിട്ട് നഷ്ടപരിഹാരം കൊടുത്ത ഭൂമി സൗജന്യമായിട്ട് 6 സെന്റ് വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ദേവസ്വനോട് പറയുന്നു. ദേവസ്വം യെസ് സാർ എന്ന് പറയുന്നു, വിട്ടുകൊടുക്കാൻ തീരുമാനമാവണു. ഭക്തർ കോടതി പോയി, കേസ് അത് സ്റ്റേ ആയി. വിഷയം ഈ ഭൂമിയുടെ അവകാശം ദേവസ്വത്തിൽ നിലനിർത്തിക്കൊണ്ട് ഭൂമി കൊടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? റോഡിന് വേണ്ടിയിട്ടാണ്. ഈ റോഡ് നാളെ ക്ലെയിം ചെയ്യാൻ പറ്റും ദേവസ്വത്തിന്. അപ്പോൾ ഇനി ഈ ഉടമസ്ഥാവകാശത്തിൻ്റെ എന്താ അർത്ഥമുള്ളത്? അങ്ങനെ ജനങ്ങളെ പറ്റിക്കുക, ഭക്തരെ പറ്റിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ പുന്നത്തുറ ആനത്താവളത്തിനുള്ളിലെ 10 സെന്റ് ഭൂമി വാട്ടർ അതോറിറ്റിക്ക് കൊടുക്കാൻ പോവാണ്. ഏകദേശം കടലാസ് പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഈ വാട്ടർ അതോറിറ്റിക്ക് കൊടുക്കുന്ന സമയത്ത് ഇതേ ന്യായം പറയാണ്, ഭൂമിയുടെ അവകാശം ദേവസ്വത്തിന്, ബാക്കി എല്ലാ കാര്യങ്ങളും വാട്ടർ അതോറിറ്റിക്കും നഗരസഭയ്ക്കായിരിക്കും. കാര്യം എന്താ? പൂക്കോട് മേഖലയിൽ ജലസംഭരണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നു. ഈ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിക്ക് എന്തുകൊണ്ട് 10 സെന്റ് സ്ഥലം കണ്ടെത്തിക്കൂടാ? ഇതുപോലെ പോലീസ് സ്റ്റേഷന് സ്ഥലം കൊടുത്തു. പോലീസ് സ്റ്റേഷന് സ്ഥലം കൊടുത്തത് മാസം 30,000 രൂപയും GSTയും വെള്ളക്കരും വൈദ്യുതി വാടക അടച്ചോളാം എന്ന് പറഞ്ഞിട്ട് കരാറ്. ഇതിപ്പോൾ ഏകദേശം 1.5 കോടി രൂപ വാടകയിനത്തിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡിന് കിട്ടാണ്ട്. ഇങ്ങനെ നിൽക്കെ 17 സെന്റ് സ്ഥലം, അതും പ്രൈം സ്പോട്ടിൽ വീണ്ടും ഫയർ സ്റ്റേഷന് വേണ്ടി കൊടുക്കുകയാണ്. ഇപ്പോൾ ഫയർ സ്റ്റേഷന് വേണ്ടി സ്ഥലം കൊടുക്കുക മാത്രമല്ല, ആ സ്ഥലത്ത് 4.5 കോടിക്ക് കെട്ടിടം പണിത് കൊടുക്കുകയാണ്. ആവശ്യം എന്താ? ഗുരുവായൂർ പണ്ട് അഗ്നിബാധ ഉണ്ടായി. ആ സമയത്ത് ഫയർ എഞ്ചിൻ അവിടുന്ന് ഇവിടുന്നൊക്കെ വന്നത്. അപ്പോൾ അതുകൊണ്ട് വെൽ എക്യുപ്ഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ പരിസര പ്രദേശത്ത് അഗ്നി സുരക്ഷാ സംവിധാനത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നു ന്യായം. വിഷയം എന്താണെന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷനും അഗ്നിശമന സേനയും ആരുടെ ഉത്തരവാദിത്തം? ഗുരുവായൂർ ദേവസ്വൻ്റെ ഉത്തരവാദിത്തം. ഗുരുവായൂർ ദേവസ്വൻ്റെ ഉത്തരവാദിത്തം ഇവിടെ വരുന്ന ഭക്തർക്ക് സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ നേരത്തെ ഈ ഉദയാസ്തമനം വെച്ചിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ ഭക്തർക്ക് അസൗകര്യം എങ്ങനെ ഉണ്ടാവണത്? ഇവരതിനെ മണിക്കൂറുകളോളം ഈ പറഞ്ഞ പോലെ പൊരിവെയിലത്ത് നിർത്തേണ്ടി വരുന്ന സമയത്താണ്. ഇവിടെ ധാരാളമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനം നടന്നു വരുന്നു. കോടിക്കണക്കിന് രൂപ നിർമ്മാണ പ്രവർത്തനത്തിന് മാത്രമായിട്ട് ഈ വർഷം ചെലവഴിക്കുന്നു. ഇങ്ങനെ വരുന്ന സമയത്ത് വർഷങ്ങളായിട്ട് ഉള്ള പ്രശ്നമാണ് ഈ ക്യൂവിൻ്റെ. എന്തുകൊണ്ട് ഇതുവരെ ക്യൂ കോംപ്ലക്സ് നിർമ്മിക്കാൻ ദേവസ്വം ബോർഡുകൾക്ക് സാധിച്ചില്ല? വിഷയം എന്താണെന്ന് വെച്ചാൽ ഗുരുവായൂർ ദേവസ്വം ബോർഡിന് കൃത്യമായിട്ട് ഇവിടെ വികസന ആസൂത്രണം ചെയ്യാനുള്ള മാസ്റ്റർ പ്ലാൻ ഇല്ല എന്നുള്ളതാണ്. ഈ 100 മീറ്റർ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹകരിക്കാൻ ഇവിടുത്തെ നാട്ടുകാർ തയ്യാറാണ്. പക്ഷേ ഈ 100 മീറ്റർ അക്വയർ ചെയ്ത് വന്നിട്ട് എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇവിടുത്തെ നാട്ടുകാർക്ക് ആശങ്കയുണ്ട്. കാരണം അവരുടെ അനുഭവം അതാണ്. കാരണം ഭൂമി എടുത്ത് സർക്കാരിന് വേണ്ടി കൊടുക്കുകയാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് എടുക്കുന്ന ഭൂമിയിൽ നിന്ന് ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇനി എന്താവും എന്നുള്ള ആശങ്ക ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ടുണ്ട്. മാസ്റ്റർ പ്ലാൻ അവതരിപ്പിക്കാത്തോടത്തോളം കാലം 100 മീറ്റർ അക്വറൈസേഷൻ ഉള്ള പദ്ധതി നടപ്പാക്കാൻ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി അതിൻ്റെ മുകളിൽ കേസ് എടുത്തു, സുമോട്ടോ എടുത്തു.
ഹൈക്കോടതിയുടെ നിരീക്ഷണം വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയ സമയത്ത് അതിൻ്റെ മുകളിൽ സുമോട്ടോ കേസ് എടുത്തു. ഈ കേസ് എടുത്ത സമയത്ത് ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റർ ഒരു പ്രസ്താവന കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ ഈ അക്യൂസേഷന് എതിരാണ് ഈ സംഘടന എന്ന് പറഞ്ഞു. അക്യൂസേഷന് എതിരല്ല, ഇവർ ഇതുവഴി ലൂട്ട് ചെയ്യാൻ പോകുന്ന കോടിക്കണക്കിന് രൂപ ഈ ദേവസ്വം ബോർഡിൽ നിന്ന് ലൂട്ട് ചെയ്യാൻ പോകണമെന്നുള്ള ആശങ്ക കൊണ്ടാണ് കേസിന് പോയത്. കോടതിയുടെ നിരീക്ഷണം വേണം ഈ അക്യൂസേഷൻ എന്നുള്ളതുകൊണ്ടാണ് പോയത്. ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയം എന്ന് വെച്ചാൽ ഈ ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിക്കുക എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ ചൈതന്യം കുറയ്ക്കുകയാണ്. ഈ ചൈതന്യം കുറയ്ക്കുന്നത് ബോധപൂർവമാണ്. ഇതാണ് എല്ലാവരും അഭിപ്രായം, ബോധപൂർവമാണ് ചൈതന്യം കുറയ്ക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഗുരുവായൂരപ്പൻ്റെ നടയെന്ന് 1 രൂപ എടുത്താൽ ആ 1 രൂപ എടുത്തവൻ അനുഭവിക്കും, അവൻ്റെ തലമുറ അനുഭവിക്കും. അപ്പോൾ ഈ മൂർത്തിക്ക് ശക്തിക്ഷയം സംഭവിച്ചാൽ മാത്രമാണ് അതിന് രക്ഷ നേടാൻ പറ്റുള്ളൂ. ഇത് അറിയുന്നവനാണ് ഈ പണി ഒപ്പിക്കുന്നത്. ഇത് കൃത്യമായിട്ട്, അപ്പോൾ ഇതാണ് ഗൂഢാലോചന എന്ന് പറയുന്നത്. ഇതോടൊപ്പം ഒരു വാക്കുകൊണ്ട് കൂട്ടിച്ചേർക്കട്ടെ, ഈ 3 വർഷത്തെ കാര്യം മാത്രമേ എല്ലാവർക്കും അറിയുള്ളൂ. വർഷങ്ങൾക്ക് മുമ്പ് ഗുരുവായൂർ ദേവസ്വത്തിന്റെ പഞ്ചാംഗത്തിൽ സ്ഥിരമായിട്ട് ഏകാദശി ഇന്ന മാസം എന്ന് പറഞ്ഞിട്ട് എഴുതാറുണ്ട്. വൃശ്ചിക മാസത്തിലെ ഏകാദശി അടയാളപ്പെടുത്താറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഉദയാസ്തമന പൂജ എന്നും എഴുതി വരാറുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വളരെ ബോധപൂർവം അതിന്ന് വരെ ദേവസ്വം പഞ്ചാംഗത്തിൽ നിന്ന് വരെ ഈ ഉദയാസ്തമന പൂജ എന്ന് എടുത്തു മാറ്റി. എന്ന് വെച്ചാൽ ഇത് ഗൂഢാലോചന അങ്ങേയറ്റാണ്. അപ്പോൾ ഇതിൽ അവധാനത്തോടെ പെരുമാറേണ്ട തന്ത്രിയുടെ നിലപാടാണ് ദുരൂഹം. ഓക്കെ.